ഡാം ക്രോസ് ചെയ്യവെയാണ് അവൻ ഇതിനകത്ത് വീണുപോയത്. വീഴ്ചയെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്നറിയാത്ത, രക്ഷപ്പെടേണ്ടത് എങ്ങനെയെന്നറിയാത്ത പകച്ചിരിക്കലിന്റെ ഒരു കുത്തൊഴുക്കിന് നടുവിലായിപ്പോയത്. നമ്മളും പലപ്പോഴും ഇതുപോലെ പ്രശ്നങ്ങളിൽ വന്ന് വീണുപോകാറുണ്ട്. രക്ഷിക്കാൻ പലപ്പോഴും ആരെയും കിട്ടിയില്ലല്ലോ എന്ന് പരിതപിക്കാറുമുണ്ട്. അങ്ങനല്ല, ഒരാൾ വരും. ഒരുപക്ഷെ നമുക്ക് ഒരു പരിചയവുമില്ലാത്ത ഏതെങ്കിലും ഒരാൾ ഇതുപോലെ, ഈ മനുഷ്യന്റെ പേര് ജോർജ് എന്നാണ് കേട്ടോ, ഒരു വിദേശ രാജ്യത്ത് നടന്ന കഥയാണ്. ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ കൊത്തൊഴുക്കിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ച്, ലിറ്ററലി സ്വന്തം ജീവൻ പണയം വെച്ച് പോയി അതിന്റെ അടുത്ത് ചെന്ന് ആദ്യം അതിനെ ആശ്വസിപ്പിച്ച് അവന്റെ പേടിയൊന്ന് മാറ്റി. എന്നിട്ട് പതിയെ ദേഹത്തോട് ചേർത്ത് ആ ചൂട് അതുപോലെ പകർന്ന് സ്വന്തം ജീവൻ ഈ പറഞ്ഞ പോലെ ഒരു ചരടിലാണ് ഇരിക്കുന്നതെന്ന് ഓർക്കണേ. ആ ഒരൊറ്റ കയറിലാണ് അദ്ദേഹത്തിന്റെ ജീവന്റെ ബലം ഇരിക്കുന്നത്. എന്തൊരു മനസ്സാണ് ആ മനുഷ്യന്, അല്ലേ? ഇതുപോലെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ, നമ്മളും ഇത്തരത്തിൽ അനുഭവങ്ങളുടെ, ദുരന്തങ്ങളുടെ ഇത്തരം വലിയൊരു കുത്തൊഴുക്കിൽ ഒറ്റപ്പെട്ട ഒരു പാറമേൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഒരു മനുഷ്യൻ വന്നിരുന്നെങ്കിൽ, ആ ദേഹത്തിന്റെ ചൂട് അതുപോലെ പകർന്നു തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ഒരു വലിയ ഇൻസിഡന്റ് ആയിരുന്നത്. എന്നിട്ടും ഇതിനെ രക്ഷപ്പെടുത്തിയിട്ടും ഈ കുത്തൊഴുക്കിലൂടെ ഒരു മനുഷ്യജീവൻ പണയം വെച്ച് ഇങ്ങനെ അത് ക്രോസ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ചില്ലറ കാര്യമല്ല. ഇതിന് ശാരീരിക ശേഷി മാത്രം പോരാ, മനസ്സ് വേണം, നല്ല ഒന്നാന്തരം മനസ്സ് വേണം. ഈ വലിയ പ്രവൃത്തി ചെയ്ത ജോർജിന് ഹൃദയം നിറഞ്ഞ ബഹുമാനം, ഒപ്പം ഒരു സല്യൂട്ടും കൂടി നേരം. നമുക്കും ഇത്തരത്തിലുള്ള മനുഷ്യരുണ്ടാകട്ടെ. നമ്മൾക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന മനുഷ്യരാകാൻ കഴിയട്ടെ. ഒരാൾ വീണുപോയാൽ ചിരിക്കുന്നവരാകുന്നതിന് പകരം വീഴ്ചയ്ക്ക് മുമ്പ് കരുതലാകുന്ന മനുഷ്യരാകാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ. പരക്കട്ടെ പ്രകാശം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ട് ഷെയർ ചെയ്തേ, എന്നിട്ട് അങ്ങോട്ട് ഫോളോ ചെയ്തേ.